നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിലെത്തിയത് സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥി പ്രചാരണത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ടാണെന്ന് കൂടി പറയുകയുണ്ടായിരുന്നു. ആദ്യഘട്ട പ്രചാരണം മോദി തുടങ്ങി വെക്കും എന്നടക്കമായിരുന്നു കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി എത്തുന്നതിന് മുൻപേ വരെയുള്ള പ്രചാരണങ്ങൾ. എന്നാൽ കഴിഞ്ഞ ദിവസത്തെ 41 മിനിറ്റ് നീണ്ടുനിന്ന അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഒരിക്കൽ പോലും തൃശൂരിലെ സ്ഥാനാർത്ഥിയെക്കുറിച്ചോ സ്ഥാനാർത്ഥി നിർണയങ്ങളെക്കുറിച്ചോ സുരേഷ് ഗോപിയെക്കുറിച്ചോ ഒന്നും തന്നെ പറഞ്ഞിരുന്നില്ല. സുരേഷ് ഗോപിയുടെ പേര് പറയാതെ സുരേഷ് ഗോപിക്ക് വേണ്ടി വോട്ട് ചോദിച്ച മോദിയുടെ ഗ്യാരണ്ടി തൃശൂർ തേക്കിൻകാട് മൈതാനത്തെ പ്രസംഗത്തിൽ സുരേഷ് ഗോപിയെ പരാമർശിക്കാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വോട്ട് ചോദിച്ചത് ഈ നടന് വേണ്ടിയായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. സ്ഥാനാർത്ഥിയെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കാത്തതുകൊണ്ടാണ് ഈ രീതി. എന്നാൽ തൃശൂരിലെ BJP സ്ഥാനാർത്ഥിയെക്കുറിച്ച് സംശയമൊന്നും വേണ്ടെന്നാണ് BJP കേരള ഘടകം പറയുന്നത്. തൃശൂരിലെ വേദിയിൽ സുരേഷ് ഗോപിയാണ് സ്ഥാനാർത്ഥി എന്ന് ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കുകയും ചെയ്തു. സുരേഷ് ഗോപിക്ക് വേണ്ടിയാണ് വോട്ട് ചോദിക്കുന്നത് എന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു. മോദിയുടെ 41 മിനിറ്റ് നീണ്ട പ്രസംഗത്തിൽ ഒരിടത്തും തൃശൂരിൽ മത്സര രംഗത്തുണ്ടാകാൻ പോകുന്നത് സുരേഷ് ഗോപിയാണെന്ന് പറഞ്ഞിട്ടേയില്ല. പക്ഷേ നേരെയല്ലാത്ത വഴിയിലൂടെ സുരേഷ് ഗോപിക്ക് വേണ്ടി വോട്ട് ചോദിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ പ്രസംഗം. മോദിക്കൊപ്പം റോഡ് ഷോയിലും വേദിയിലും സുരേഷ് ഗോപിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നുവെങ്കിലും തൃശൂരിലെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടുള്ള പരാമർശങ്ങളൊന്നും മോദി നടത്തിയില്ല എന്നതാണ് ശ്രദ്ധേയം. മോദിയുടെ വാഹനത്തിൽ BJP സംസ്ഥാന അധ്യക്ഷനും മഹിളാ മോർച്ച അധ്യക്ഷയും ഉണ്ടായിരുന്നു. ഇതിനൊപ്പം സുരേഷ് ഗോപിയും ഔദ്യോഗിക സ്ഥാനങ്ങളൊന്നും സുരേഷ് ഗോപിക്ക് BJP നൽകിയിട്ടുമില്ല. ഇതിൽ നിന്ന് കാര്യങ്ങൾ വ്യക്തവുമാണ്. ഇനിയും തൃശൂരിൽ മോദി ഇറങ്ങും. അന്ന് സുരേഷ് ഗോപിക്ക് വേണ്ടിയുള്ള നേരിട്ടുള്ള വോട്ട് ചോദിക്കലും ഉണ്ടാകും. തൃശൂർ ലോക്സഭാ മണ്ഡലം ലക്ഷ്യം വെച്ചുള്ള സുരേഷ് ഗോപിയുടെ നീക്കങ്ങൾ സജീവവുമാണ്. BJPയുടെ നേതൃത്വത്തിലുള്ള കരുവന്നൂർ പദയാത്ര ഉൾപ്പെടെ സുരേഷ് ഗോപി തൃശൂരിൽ സജീവമായിരുന്നു. മോദിയുടെ ഗ്യാരണ്ടിയും കേരളത്തിലെ അമ്മമാരും സഹോദരിമാരും ഈ രണ്ട് വാക്കുകളാണ് തൃശൂർ മുഴങ്ങിക്കേട്ടത് ഇന്നലെ. ഇവ രണ്ടും ചർച്ചയാക്കാൻ വേണ്ടി മറ്റുള്ളവ വേണ്ടെന്ന് പറയുകയുമായിരുന്നു. മോദി മലയാളം പഠിക്കുന്നുവെന്നതിന്റെ സൂചനയാണ് മോദിയുടെ ഗ്യാരണ്ടി എന്ന പ്രയോഗം. ഇതിനെ മലയാളത്തിലേക്ക് മനഃപൂർവ്വം മൊഴി മാറ്റിയതുമാണ്. മോദി സർക്കാരിന്റെ നേട്ടങ്ങളാകണം കേരളത്തിലും ചർച്ചയാക്കേണ്ടത് എന്ന സന്ദേശമാണ് മോദി നൽകുന്നത്. വ്യക്തികൾക്കപ്പുറം പ്രധാനമന്ത്രിക്കായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിക്കാൻ BJPയും തീരുമാനിച്ചിട്ടുണ്ട്. സ്ത്രീ ശക്തി മോദിക്കൊപ്പം പരിപാടിക്കുമായി പ്രധാനമന്ത്രി തൃശൂരിൽ എത്താനിരിക്കെ സുരേഷ് ഗോപിക്കായി ചുവരെഴുത്തുകളും കഴിഞ്ഞ ദിവസമേ സജീവമായിരുന്നു. സുരേഷ് ഗോപിയെ വിജയിപ്പിക്കണമെന്നാവശ്യപ്പെട്ട ചുവരെഴുത്ത് ഉണ്ടായിരുന്നു. പീടികപ്പറമ്പിലാണ് ചുവരെഴുത്ത് ഉണ്ടായത്. തൃശൂരിന്റെ സ്വന്തം സുരേഷ് ഗോപിയെ വിജയിപ്പിക്കണമെന്നും നമ്മുടെ ചിഹ്നം താമരയെന്നും ചുവരെഴുത്തിൽ ഉണ്ടായിരുന്നു.